വാ നമുക്കൊന്ന് ഗോവ പോയിട്ട് വരാം. 2021 ഞാൻ ഫസ്റ്റ് ടൈം ഗോവ പോകുന്നത്. അന്ന് പോയി കഴിഞ്ഞപ്പോൾ മുതൽ പിന്നെ ഒരിക്കലും പോകരുതെന്ന് പറഞ്ഞൊരു സ്ഥലമായിരുന്നു ഗോവ. കാരണം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ട്രിപ്പും ബോറായിരുന്നു. എല്ലാം കൊണ്ടും ഫുൾ ചിലവായിരുന്നു. നമുക്ക് വേറൊന്നും കൊണ്ടല്ല, നമ്മളെല്ലാവരും പുതിയ ആൾക്കാരായിരുന്നു. ഈ സെയിം ടീം തന്നെയാണ് അന്നും പോയത്. ബട്ട് അന്ന് ഞങ്ങൾക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഞങ്ങളൊരു ടീമിനെ അല്ലെങ്കിൽ ഒരു ട്രാവൽ പാർട്ട്ണറിനെ ഞങ്ങൾ ചൂസ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഞാൻ അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തേയില്ല. ആദ്യം തന്നെ ഞാൻ ചൂസ് ചെയ്തത് നല്ലൊരു ട്രാവൽ ഏജൻസിനെ തപ്പുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സഞ്ചാരി ഗ്രാൻഡ് ട്രാവലിനെയാണ് ചൂസ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അവരുടെ 5000 റുപ്പീസിൻ്റെ സ്കൈ പ്ലാൻ പാക്കേജ് ചൂസ് ചെയ്തിട്ട് ഞങ്ങൾ ഗോവ എത്തി. ഈ പാക്കേജിലാണെങ്കിൽ സ്ലീപ്പർ ടിക്കറ്റ്സ്, ടാക്സി പിക്കപ്പ്, ഡ്രോപ്പ്, സ്റ്റേ, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, സൈറ്റ് സീയിങ് എല്ലാം ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ സ്കൂട്ടറും റൂട്ട് മാപ്പും ഒക്കെ കിട്ടും. എന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂർ മാനേജർ നമ്മുടെ ഒപ്പം ഉണ്ടാവും. ഞങ്ങൾ എത്തിയ ദിവസം തന്നെ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങി കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ റിസ്വാൻ നമ്മളെ കൊണ്ടുപോയത് നല്ലൊരു ഹിഡൻ പ്ലേസിലോട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈവനിങ് ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാഗ ബീച്ചിലേക്ക് പോയി നൈറ്റ് ലൈഫൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ബീച്ചും പിന്നെ ഷാക്കൊക്കെ ആയിട്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ട്രാവലിനെ പറ്റിയും ഫുഡിനെ പറ്റിയും ഒന്നിനെ പറ്റിയും ഒരു ടെൻഷനും ഉണ്ടായില്ല. കാരണം നമ്മുടെ കൂടെ സഞ്ചാരി ഗ്രാൻഡ് ട്രാവൽ കമ്പനിയിലെ ഒരു ടൂർ മാനേജർ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ തേഴ്സ്ഡേ നൈറ്റ് കയറി ഫ്രൈഡേ മോർണിംഗ് എത്തി. നോർത്ത് ഗോവയിലായിരുന്നു സ്റ്റേ. അപ്പോൾ അന്നത്തെ കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ റീലിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. ബാക്കി അടുത്ത റീലിൽ കാണാം. ബൈ.